നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച, ഞാനൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരികയാണ്. അപ്പോഴാണ് മക്കൾ പറഞ്ഞത് ഇന്നെന്തോ കാര്യമായ സദ്യ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വൈഫ് എന്തൊക്കെയോ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നുള്ളത്. എന്തൊക്കെയാണെന്ന് അറിയില്ല. ഞാൻ വിഭവസമൃദ്ധമായ എന്തോ ഒരു സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നോക്കട്ടെ എന്തൊക്കെയാണെന്ന്. വാ, നമുക്ക് പോയി നോക്കാൻ എന്തൊക്കെയാണെന്നുള്ളത്. എൻ്റെ അമ്മോ, എന്തൊക്കെയായി നാക്കി വെച്ചിട്ടുള്ളത്, എനിക്ക് വയ്യ. ചോറ്, പപ്പടം, മുരിങ്ങക്കറിയാണെന്ന് തോന്നുന്നേ, എന്താണെന്ന് അറിയില്ല. 2 തരം ഉപ്പേരി, പൊരിച്ചത്, അത് വലിയ പറമുള്ളൻ, എന്താ പറയുക അതിനെ, അത്, ബീട്രൂട്ട് പച്ചടി, അച്ചാറ്, മീൻ മുളകിട്ടത്, മീൻ കറി വെച്ചത്, ചമ്മന്തി. ഇതെന്താണാവോ, അച്ചാറാ എന്താണത് അറിയില്ല, നോക്കട്ടെ കൂട്ടി നോക്കാം. കടലപ്പുഴുക്ക്. ഇത്രയും ഐറ്റം ഇന്ന് ഒരുക്കി വെച്ചിട്ടിട്ട് എനിക്ക് വയ്യ. ഇതൊക്കെ ഞാൻ തന്നെ കഴിക്കണല്ലോ. ഇതാ ചോറ് സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മക്കളെയും കൂട്ടിയിട്ട് കഴിക്കാൻ പോവാണ്. ചില ദിവസങ്ങൾ നമ്മളിങ്ങനെയാ, ഒരു വലിയൊരു ഇല മുറിച്ചിട്ട് ആ ഇലയിൽ നമ്മളെല്ലാം ഒരുമിച്ച് കഴിക്കും. ചില ഞായറാഴ്ചകളിൽ ചില കാര്യമായിട്ട് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിങ്ങനെ കഴിക്കല്. ഇന്ന് പക്ഷെ ഒരുപാട് വിഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയ ഇല ഇതിനകത്ത് ഇത് മുഴുവൻ എന്ത് ചെയ്യാണ്, നിറഞ്ഞു നിൽക്കും അല്ലേ. കഴിക്കാം അല്ലേ. നീ ആ ചോറ് എടുക്കട്ടെ. നല്ല കുറുവേന്റെ ചോറാ. മൂന്നായിട്ടൊക്കെ വിളമ്പും. കുറച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒറ്റ ഇതായിട്ട് തന്നെ കഴിക്കും. നീ ഓരോ ഐറ്റം വിളമ്പ അല്ലേ. നീ ആ ചമ്മന്തി വേണോ? ഞാനോ ചമ്മന്തി. കുറെ ഐറ്റം ഉള്ളതുകൊണ്ട് എല്ലാം കുറച്ച് കുറച്ച് എടുക്കാം. അച്ചാറ്, ബീട്രൂട്ട് പച്ചടി, പപ്പടം, എല്ലാവർക്കും ഓരോ പപ്പടം. നീ ഇങ്ങോട്ട് ഇരിക്കട്ടെ കുറച്ചുകൂടി. വലിയ മുള്ളൻ, പറമുള്ളൻ ഇരിക്കട്ടെ ഇവിടെ. എന്ത് മീനേത്? ചെമ്മീനാന്ന് തോന്നുന്നല്ലേ. ചെമ്മീൻ തേങ്ങ അരച്ചത്. ചെമ്മീൻ വേണേ നീ യൂസേ. നെഹന ചെമ്മീൻ വയ്ക്കട്ടെ. ചെമ്മീനുണ്ട്. നല്ല മാന്ത മുളകിട്ടത്. എന്തായാലും കാണാൻ നല്ല രസം. ഇത് വേറൊരു അച്ചാറ്, ബീട്രൂട്ടൊക്കെയുള്ള ഒരു അച്ചാറ്. മുരിങ്ങക്കറി ഉണ്ടല്ലോ, അത് ചോദിച്ചിട്ടില്ലല്ലേ. മുരിങ്ങയും മുരിങ്ങേന്റെ ഇലയുണ്ട്, മുരിങ്ങയുണ്ട് അല്ലേ. പരിപ്പുള്ളത് അടിപൊളി കോമ്പിനേഷനാണ്. കുറച്ച് കടലപ്പുഴുക്ക് കൊടുക്കാം. എല്ലാവർക്കും കടല തരാം. എത്ര ഐറ്റായി? 1 2 3 4 5 6 7 8 9 10 11. 2 ഉപ്പേരി എടുത്തിട്ടല്ലേ. പയറിന്റെ ഉപ്പേരി ഉണ്ട്. പിന്നെ മുരിങ്ങയിലല്ലേ നീ യൂസ് ചെയ്ത്? മുരിങ്ങയിലുണ്ട്. 13 വിഭവം. ഒരു സാധാരണ ഒരു ദിവസത്തെ ചോറിനുകൊണ്ട് 13 സാധനങ്ങളാണ് നമ്മളെ സ്നേഹനിധിയായ ഭാര്യ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇന്ന് ഇവിടെ. കഴിക്കട്ടെ അല്ലേ. കഴിച്ചു നോക്കിയാലോ. എനിക്ക് എന്ത് കറിയാൻ വേണ്ടേ? നിങ്ങൾക്ക് കറി വെച്ചില്ലേ. ഇനി എന്നാ വേണ്ട കറി? മുളക് ഇട്ടതാ. ഓക്കെ. കുറച്ച് വരാ. നെഹന ഇന്ന കറി വേണ്ടേ? എന്നാ കറി വേണ്ടേ? മതിയാ? എന്നാ കഴിക്കാലോ. ഗംഭീരം. നന്നായിട്ട് പാചകം ചെയ്യുന്ന
നന്നായിട്ട് പാചകം അറിയുന്ന ഒരാൾ കിട്ടുന്നതിനെ കൊണ്ടുള്ള ഗുണമായത്. നല്ല ഭക്ഷണം കഴിക്കാം. നല്ല മീൻകറി, മീൻ മുളകിട്ടത് ഇവളുടെ സ്പെഷ്യൽ ഐറ്റം വൈഫിൻ്റെ. അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഓഫീസുകളിലൊക്കെ ഭക്ഷണം കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് പറയും അപാര ടേസ്റ്റുള്ള സാധനമാണ്. ചെമ്മീനിലേതാ മീൻ പൊരിച്ചോണോ? പൊരിച്ച മീന് ഉള്ളില്ല. നിമക്കുണ്ടേ പൊരിച്ചത് എടുത്തോ. പൊരിച്ചതും അപാര ടേസ്റ്റാട്ടാ. നല്ല മീനും നല്ല നല്ല കൂട്ടും. അപ്പൊ ഇന്നത്തെ ഞായറാഴ്ചത്തെ ചെറിയൊരു വിശേഷം നിങ്ങളൊരു പങ്കുവെച്ചത് മാത്രമേ ഉള്ളൂ. ഇത് ചെറുത് മാത്രം. ഇനിയും വലുതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെ നിന്ന് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അടിപൊളി സദ്യയാണ്, അടിപൊളി ഭക്ഷണമാണ് ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഭയങ്കര സർപ്രൈസ് ആക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോഴത്തേക്ക് ബായ്.